എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയസൂര്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗ് പറഞ്ഞ ജില്ലയിലാണ്. ഞാനിവിടെ SBI യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് ആണ് ചെയ്യുന്നത്. ഈ ഫെലോഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു 13 മാസത്തെ ഫെലോഷിപ്പാണ്. റൂറൽ ഫെലോഷിപ്പാണ്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നമ്മുടെ ഈ ഫെലോസ് പോയിട്ട് ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളെ അറിയുകയും അതിന് വേണ്ട സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയും അങ്ങനെയൊക്കെയുള്ളൊരു കംപ്ലീറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗ് എന്ന് പറഞ്ഞ ജില്ല. ഈ ജില്ല നമ്മുടെ ബീഹാറിലെ ബോധ്ഗയ എന്ന് പറഞ്ഞ ജില്ലയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ ഹസാരിബാഗ് ആ മെയിൻ ടൗണിൽ നിന്ന് ഒരു 22-23 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ മറ്റൊരു ഗ്രാമത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ പേര് ഡുമർ എന്നാണ്. ഇവിടുത്തെ പല കാഴ്ചകളും, ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം 3 മാസമായി. ഇവിടുത്തെ പല കാഴ്ചകളും എനിക്ക് ഒരു വളരെ പുതുമയുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഒരു നോർത്തിലുള്ള ഒരു സ്റ്റേറ്റിലെ ഗ്രാമത്തിൽ വന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ കാണുന്ന പല കാഴ്ചകളും അത് എന്നിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ ബാക്കി മലയാളികൾക്കും, പ്രത്യേകിച്ച് മലയാളികൾക്കും കൂടെ അറിയണം. ഇങ്ങനെ ഇത്തരം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, അവിടുത്തെ കൾച്ചർ, ബാക്കിയുള്ള ട്രഡീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നത്. അതെ, അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഒന്ന് ശനിയാഴ്ച, ഞങ്ങൾക്ക് വർക്കില്ല. പക്ഷേ ഹാഫ് ഡേ ഞങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഇത് ഞാൻ നിൽക്കുന്ന ഗ്രാമം അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ ഒരു നല്ല റോഡ് ഇപ്പോൾ ഉണ്ട്. ഇവിടെ റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള പല ഗ്രാമങ്ങളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 20 വർഷം പിന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ഇന്ത്യ ഉണ്ടല്ലോ, 20 വർഷം മുൻപുള്ള ഇന്ത്യ, അത്തരം കാഴ്ചകളാണ് ഇന്നിവിടെ ഉള്ളത്. അതായത് മൺവീടുകൾ, ഇവിടെ കൂടുതലും ട്രൈബൽ പോപ്പുലേഷനാണ്. സന്താൾ, അതുപോലെ മുണ്ട, അത്തരം ട്രൈബൽ വിഭാഗങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നതും ട്രൈബൽ ആളുകളുടെ ഒപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയും അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഇങ്ങനെ അത്യാവശ്യം പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എത്ര നന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളും എത്തിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളും ഇവിടുത്തെ മറ്റു ആചാരങ്ങളും ജീവിത രീതിയും എല്ലാം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഉച്ചവരെ ഞങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാനിങ്ങനെ പുറത്തൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് ഭയങ്കര ഒരു നിശബ്ദമായിട്ടുള്ളൊരു ഏരിയ ആണ്. 2 സൈഡും കാട്, അതിന് നടുവിലൂടെ ഒരു റോഡ്. ഈ റോഡ് കുറച്ച് മുൻപ് ഉണ്ടാക്കിയതാണ്. അതാണ് ഇത്ര വൃത്തിയായിട്ട് കാണുന്നത്. മാത്രമല്ല ഇവിടെ വണ്ടികളും വളരെ കുറവാണ്. നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് മെയിൻ ടൗണായിട്ടുള്ള ഹസാരിബാഗിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 23 കിലോമീറ്റർ അങ്ങോട്ട് പോകാൻ വണ്ടി സൗകര്യം വളരെ പരിമിതമായതുകൊണ്ട് ഇവിടെ എപ്പോഴെങ്കിലും ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ നമ്മൾ സഫാരി ജീപ്പ് കാര്യങ്ങൾ വരും. അതിൽ കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ റോഡ് സൈഡിലായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട കട. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, 2 സൈഡും കാടും നടുവിൽ റോഡും, പിന്നെ വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഇതുവഴി പോകാനുള്ളൂ. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ പെട്ടിക്കടകൾ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ പല ഭാഗത്തായിട്ടും കാണാൻ സാധിക്കും. ഇത് ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രധാന ജീവിത മാർഗമായിട്ടും പറയാം. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്നതിലൂടെ ഇവർക്ക് എത്രത്തോളം
ഒരു ദിവസം എത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. കാരണം ഇവരങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട്, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ രണ്ട് സൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ മരം എന്ന് പറയുന്നത് സക്വ എന്ന ഒരു മരമാണ്. ഇവർ പ്രധാനമായിട്ടും സക്വ മരത്തിൻ്റെ ഇല ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ കവുങ്ങുണ്ടല്ലോ, കവുങ്ങ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കവുങ്ങിൻ്റെ ഒരു പാളയുണ്ട്, ആ പാള വെച്ചിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ നാട്ടിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മരമാണ് സക്വ എന്ന് പറയുന്നത്. ഈ സക്വ മരത്തിനെ തന്നെയാണ് നമ്മൾ സാൾ ട്രീ എന്നും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് ഈ കാണുന്നത്. ഈ ഒരു ഇല വെച്ചിട്ട് ഇവർ പാത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ പാത്രങ്ങളായിരിക്കും ഈ ഗ്രാമത്തിലെ മിക്കവാറും ഉള്ള ചെറിയ ചെറിയ ചായക്കടകളിലൊക്കെ അവർ ഉപയോഗിക്കുന്നത്. ചായക്കടകളിൽ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ ഈ പറയുന്ന ഈ സക്വ ഇല കൊണ്ട് നിർമ്മിക്കുന്ന പാത്രങ്ങൾ, അതിനെ ഡോണ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോണകളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ചെറിയ ചെറിയ കടികളും മറ്റതൊക്കെ വിൽക്കുന്നത്. അതുകൂടാതെ സക്വയ്ക്ക് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളുണ്ടാവുമല്ലോ, അപ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് ഇവർ തൊടുന്ന ആ സിന്ദൂരം ഈ സക്വ മരത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ ചെറിയ പാത്രം, അതിന് നമ്മൾ ഡോണ എന്ന് വിളിക്കും, അതിലായിരിക്കും ഇവർക്ക് ഉള്ള ആദ്യത്തെ സിന്ദൂരം കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സക്വ ട്രീയുടെ ഇല ഇവരുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയൊരു കാടാണ് രണ്ട് സൈഡും. ഈ സക്വ അതുപോലെ മഹുവ ഇത്തരം മരങ്ങളാണ് ഈ കാട്ടിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുവഴി എപ്പോഴെങ്കിലും ഒരു വാഹനം കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഒച്ചയോ ബഹളം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും അതിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ശബ്ദങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ഇലകൾ അനങ്ങുന്നതും കാറ്റിൻ്റെ ആ ഒരു ഇതും ആ ശബ്ദവും ഒക്കെ നമുക്ക് ഇവിടെ നിരീക്ഷിക്കാൻ പറ്റും. അത്തരം ഒരു വളരെ സമാധാനം നിറഞ്ഞ ഒരു ഗ്രാമമാണ് ഞാൻ ഈ താമസിക്കുന്ന ഡുമർ എന്ന് പറയുന്നത്. ഞാനങ്ങനെ നടന്ന് ഞാൻ താമസിക്കുന്ന ഡുമർ എന്ന ഗ്രാമത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഗ്രാമമാണ് ലാറ എന്ന് പറയുന്നത്. ഈ ലാറ ഗ്രാമത്തിൽ ഒരു പ്രധാനപ്പെട്ട നദിയുണ്ട്, അതിനെ നമ്മൾ ലാറ നദി എന്ന് വിളിക്കും. ആ ഒരു നദിയെ ലക്ഷ്യമാക്കിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രത്യേകിച്ചൊരു ഉദ്ദേശം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, പിന്നെ എൻ്റെ ഈ ഒരു ഇപ്പോൾ ഈ ഫെലോഷിപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, പിന്നെ ഈ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ പരിചയപ്പെടുത്തുക. ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ 3 മാസത്തിനുള്ളിൽ പലതരം കാര്യങ്ങളിലൂടെയും കടന്നുപോയി. അതൊക്കെ ചിലപ്പോൾ ഞാൻ ഒന്ന് എഴുതിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് വായിക്കാൻ ചിലപ്പം താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ വായിച്ചൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇവിടുന്ന് ഞാൻ പറഞ്ഞ ലാറ നദിയിലേക്ക് ഇനിയും ഒരു 2-2.5 കിലോമീറ്റർ ദൂരം പോകണം. പക്ഷേ ഇങ്ങനെ നടന്ന് എത്തുക എന്നുള്ളത് ഒരു എളുപ്പ പരിപാടിയല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ വണ്ടിയില്ല. അപ്പോൾ ഇതിലൂടെ ഏതെങ്കിലും വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. കാരണം ലിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു യാത്രാമാർഗ്ഗമായിട്ട് നമുക്ക് കൂട്ടാം. പലരുടെ അടുത്തും അവർ സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാവില്ല. മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ സമയത്തും കിട്ടില്ല. മൊത്തത്തിൽ ട്രാൻസ്പോർട്ട് ഇഷ്യൂ ഉള്ള ഒരു ഗ്രാമമാണ് ഈ ഡുമർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹസാരിബാഗിൽ തന്നെ ട്രാൻസ്പോർട്ട് ഇഷ്യൂ ഒരുപാട് നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്കൊന്ന് ലിഫ്റ്റ് ചോദിച്ചു നോക്കാം, ചിലപ്പം കിട്ടും. लारा तक जाएंगे, चलिए सर.
അങ്ങനെ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി. ഞാൻ അവസാനം ലാറ നദിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ലാറ നദി എന്ന് പറയുന്നത്. ഈ ഒരു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ ലാറ നദി എന്ന് പറയുന്നത്. കുടിവെള്ള ആവശ്യത്തിന് ഇവരിത് ഉപയോഗിക്കാറില്ല. കൃഷി ആവശ്യങ്ങൾക്കാണ് ഇവർ ഈ നദിയിലെ വെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെ കുളിക്കാനും മറ്റുമായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസും ആയിട്ടും ഈ ഒരു ലാറ നദിയും ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശവും നമുക്ക് പറയാം. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ വൈകുന്നേരങ്ങളിലായിട്ട് ഒരുപാട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരും. ഇവിടെ കുക്ക് ചെയ്യും. അങ്ങനെ പിക്നിക് സ്പോട്ടായിട്ട് നമുക്കിത് പറയാം. ഞാൻ വന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം മഴയുള്ള ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്നത്, ഒരു 2 മാസം മുൻപ്. അന്ന് ഈ നദി ഏകദേശം ഇതുവരെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞ് അത്യാവശ്യം നല്ല മഴയുള്ള സമയത്ത് ചിലപ്പം ഈ നദി ഓവർഫ്ലോ ചെയ്തിട്ട് ഈ റോഡിൻ്റെ മേലെ കൂടെ, പാലത്തിന് മേലെ കൂടെ വരെയും ഒഴുകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നദിയുടെ ഈ തീരങ്ങളിലെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ പിക്നിക്കിനായിട്ടും മറ്റേ ടൂറിസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് അവർ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെ. എന്നിട്ട് അവസാനം ആ വേസ്റ്റ് മൊത്തം അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകും. അപ്പോൾ അതിവിടെ വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും, പലതരത്തിലുള്ള വേസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ വലിയ രീതിയിൽ ഒരു ബോധവാന്മാരല്ല ഈ വേസ്റ്റ് വലിച്ചെറിയലും. പിന്നെ കൂടാതെ രാത്രി സമയങ്ങളിലും ഒക്കെ ആയിട്ട് ഇവിടെ ആളുകൾ വെള്ളമടിക്കാനൊക്കെ വരും. അങ്ങനെയും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതാ നിങ്ങൾക്ക് അപ്പുറത്തെ നദിയുടെ അപ്പുറത്തെ കരയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. അവരുടെ പായൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ അതാ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് പറയാം ഈ ഒരു ലാറ നദിയും ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ. അത് ഇവിടെ 2 പേര് മീൻ പിടിക്കുന്നുണ്ട്. അത് മറ്റൊരു കാഴ്ചയായിട്ട് നമുക്കിവിടെ പറയാം. നോക്കി നോക്കാം എങ്ങനെയാണ് അവർ മീൻ പിടിക്കുന്നതെന്നുള്ളത്. भैया मछली पकड़ रहे, मछली है इसमें. ഇവർ മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. നമ്മളെ മുട്ടോളം അത്രേ വെള്ളം കാണുള്ളൂ. മാത്രമല്ല ഇതിൽ അത്യാവശ്യം ഉരുളൻ കല്ലുകളാണ്, ഉരുളൻ പാറക്കല്ലുകൾ എല്ലായിടത്തും നമുക്ക് കാണാം. അപ്പോൾ ഇവർ മീൻ പിടിക്കുന്നുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്ക് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരിത്. നമ്മൾ നോക്കി നോക്കാം എങ്ങനെയാണ് ഇവർ മീൻ പിടിക്കുന്നതെന്നുള്ളത്. അവർ മീൻ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം ടൈം എടുക്കും. അവർ ഏതോ പുതിയ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ലാറ നദിയുടെ അടുത്തുള്ള ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിക്കുക. ഇത് നല്ല പുലർച്ചെ സമയത്തെ, ഇപ്പോൾ നവംബറാണല്ലോ. അപ്പോൾ നവംബറിൽ നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് കാലം തുടങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പുലർച്ചെ ഒക്കെ നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കോട മൂടിയിട്ട് നല്ല തണുത്ത ഒരു അടിപൊളി ഒരു വൈബ് സമയമായിരിക്കും രാവിലെ എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്ന് നോക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറുമെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞ ആ സക്വ ട്രീ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരുപാട് സക്വ ട്രീ കാണാൻ സാധിക്കും. സക്വ ജാർഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട ട്രീ ആണ്. അവിടെ കുറച്ച് പേര് വെള്ളം അടിക്കുകയാണ്, എന്താന്ന് പറഞ്ഞുകൂടാ, വെള്ളം അടിക്കുകയാണെന്ന് തോന്നുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടാവും. നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങോട്ട് വരും, ഇവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. അവസാനം ഈ വേസ്റ്റ് മൊത്തം ഇവിടെ അങ്ങോട്ട് പോകും. മഴക്കാലമാകുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് കയറും.
വെള്ളത്തിൻ്റെ ഒപ്പം ഈ വേസ്റ്റും അങ്ങനെ പോവും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നല്ല മഴയുള്ള സമയത്ത് ഇവിടെ നല്ല വെള്ളം കുത്തി ഒലിച്ച് പോവേ, കാണാൻ അടിപൊളിയായിരിക്കും. ഇപ്പോൾ പിന്നെ വെള്ളം കുറവാണ്. വലിയ വലിയ പാറകളാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഞാനിങ്ങനെ ലാറ ഗ്രാമത്തിൽ വന്നപ്പോൾ കുറച്ച് ചെക്കന്മാരെ പരിചയപ്പെട്ട്. ഇവർ ഹസാരിബാഗിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവരിന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് ഇവിടെ നിന്ന് പിക്നിക്ക് ആവാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവരുടെ സാധനങ്ങൾ കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ വേറൊരു ഭയ്യ ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. കേരള സുനാനാ ഭയ്യ? കേരള ആയപ്പല്ലേ? अच्छा, बढ़िया. इसमें 2 महीने पहले बहुत बारिश आया था, यहाँ पानी था. पानी बहुत भरा हुआ था. अच्छा, हाँ. इसका अंदर भी जा सकते हैं क्या? जंगल है वहाँ पे? जंगल है. हाँ, उधर जंगल है. अच्छा अच्छा. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അടി തെറ്റി വീണാൽ നല്ല കൂറ്റൻ പാറകളാണുള്ളത്. നല്ല മുറിവും മറ്റും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ സൂക്ഷിച്ച് വേണം അവിടെ നടക്കാൻ. നല്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ പാറൊക്കെ മൊത്തം മൂടും വെള്ളം കൊണ്ട്. നല്ല വെള്ളം കുത്തി ഒലിച്ച് പോകും ഇവിടെ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ച് വെള്ളമേ ഉള്ളൂ എങ്കിലും നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. മൊത്തത്തിലൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണിത്. പിക്നിക്കിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസും കൂടെയാണ്. ഇവിടെ ഹസാരിബാഗിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് എത്താറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്താറുള്ളത്. പിന്നെ വൈകുന്നേരങ്ങളിൽ, ശനി ഞായർ വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടും ആളുകൾ വരുന്നത് നമുക്ക് കാണാം. ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകതയാണത്. അതിൽ മലയാളിയെന്നോ തമിഴിനെന്നോ ഹിന്ദിക്കാരെന്നോ ഒരു വ്യത്യാസമില്ല. നമ്മളെവിടെ പോകുന്നോ അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നു. അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞു, ഈ ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ജില്ലയിലെ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത്, അടിച്ചു പൊളിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവസാനം ഈ പറഞ്ഞ വേസ്റ്റുകളൊക്കെ ഇവിടെ ഇടുന്ന്. ഇതൊക്കെ എന്താണ് നമുക്ക് പറയുക, അങ്ങനെയാണ്. അതിലിപ്പോൾ നമ്മൾ കേരളത്തിലായാലും ഇനിയിപ്പോൾ കേരളത്തിന് പുറത്ത് പോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ ലാറ നദിയുടെ കാഴ്ചകളും കണ്ട് മടങ്ങുകയാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് പോകാനും ലിഫ്റ്റ് തന്നെ ചോദിക്കണം. ഇവിടുന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ പോയാലേ നമ്മൾ സ്റ്റേ ലൊക്കേഷൻ എത്തുള്ളൂ, നമ്മുടെ വീടെത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി വരും, കൈ കാണിക്കുന്നു, ലിഫ്റ്റ് കിട്ടുന്നു, അങ്ങനെ നമ്മൾ വീട്ടിലെത്തുന്നു. അങ്ങനെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഞാൻ മുൻപ് ഇങ്ങനെ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പരിമിതികളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഞാനൊരു ഉറപ്പ് തരികയാണ്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. ഇതൊരു നഗരത്തിൻ്റെ കാഴ്ചയല്ല, ഇതൊരു ഗ്രാമത്തിൻ്റെ,
കേരളത്തിലെ ഗ്രാമം കണ്ടിട്ട് നമ്മൾ ഇന്ത്യയുടെ ഗ്രാമം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ഒരു പൊട്ട തെറ്റാണ്, അല്ലെങ്കിൽ ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് വേണം പറയാൻ. കാരണം കേരളത്തിൻ്റെ കേസ് പറയുമ്പോൾ കേരളത്തിൽ ഒരു കംപ്ലീറ്റ് ഗ്രാമം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. റൂറൽ പ്ലസ് അർബൻ റേർബൻ എന്ന ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. ഇപ്പോൾ കേരളത്തിലെ പാലക്കാടൻ ഗ്രാമങ്ങളിൽ എടുത്തു നോക്കാം. അവിടെയൊക്കെ ആണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരു ഇതപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗ്രാമത്തിൽ ബസ്സുകൾ ഓടുന്നുണ്ട്, ഗ്രാമത്തിൽ കടകളും അത്യാവശ്യം നല്ല റോഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രാമം വികസിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ കേസിൽ. നോർത്ത് തന്നെ ആവണമെന്നില്ല, കേരളം വിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ളൊരു റോഡില്ല. അതുപോലെ റോഡ് ഉണ്ടെങ്കിൽ തന്നെ വാഹന സൗകര്യങ്ങളില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇലക്ട്രിസിറ്റിയുടെ കാര്യമൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ പറയാം. കാരണം ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ ഒരു ദിവസം 10-15 തവണയും കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരുപാട് മറ്റു പരിമിതികളും നമുക്ക് ഈ ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് യാതൊരു പരാതിയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ക്യാ കര് ബാബു ആദത്ത് ഹോ ഗയാ, അത്രയേ ഉള്ളൂ. അതായത് എന്ത് ചെയ്യാൻ സാധിക്കും, ഞങ്ങൾക്കിത് ശീലമായി പോയി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ഭരണാധികാരികളും ഇതിനെതിരെ അങ്ങോട്ട് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. അവരും കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ഗ്രാമ കാഴ്ചകളും എല്ലാം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം. ഇത് എക്സ്ക്ലൂസീവ് ഫോർ എന്താണ് മലയാളീസ് അല്ലെങ്കിൽ മല്ലൂസ്. കാരണം ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക്, നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവിടെ താമസിച്ച് അവിടെ ഉള്ളൊരു ആളായിട്ട് തന്നെ നമ്മൾ മാറുക എന്നൊക്കെ പറയുന്നത് എത്ര പേര് മുൻപ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നറിയില്ല. പക്ഷെ എനിക്കിതെന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഒരു ഗ്രാമത്തിൽ വന്ന് താമസിച്ച് അവിടെയുള്ള ആളുകളുമായിട്ട് പെരുമാറുക, അവിടെയുള്ള കൾച്ചർ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു 1 ഇയർ ജേണിയാണ് എനിക്ക് ഇവിടെ ഈ ഗ്രാമത്തിലുള്ളത്. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഇവിടുത്തെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരം ഒരു ഇവിടുത്തെ കാര്യങ്ങളും വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഞാനൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഏതെങ്കിലും വണ്ടി വന്നാൽ ലിഫ്റ്റ് വയ്ക്കാൻ വെച്ചിട്ട് ഞാൻ കാത്തിക്കുകയാണ് റോഡിൻ്റെ സൈഡിൽ. ഇവിടുന്ന് 22 കിലോമീറ്റർ ദൂരത്തുള്ള മെയിൻ ടൗൺ ആണ് ഹസാരിബാഗ്. അവിടേക്ക് എത്തിപ്പെടാനും ഞാൻ പലപ്പോഴും ലിഫ്റ്റ് തന്നെയാണ് ചോദിച്ചു പോവാറ്. ചിലപ്പം 4-5 വണ്ടികളിൽ ലിഫ്റ്റ് ചോദിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ പല പല അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് കൈ കാണിച്ചു നോക്കാം, ചിലപ്പോൾ ലിഫ്റ്റ് കിട്ടിയെന്നിരിക്കും. ഡൂമർ ലിഫ്റ്റ് കിട്ടിയില്ല ഗൈസ്. ഓ